ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ലേവ്യ പുസ്തകമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, വായിക്കുന്നത്. ഇന്ന് 11-ാം അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. ഈ 11-ാം അധ്യായത്തിൽ ശുദ്ധവും അശുദ്ധവുമായ ജീവികളെക്കുറിച്ച് പറയുന്നു. അതിലേതെല്ലാം ജീവികളെ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്. വിശുദ്ധവും ആരോഗ്യകരവുമായ ഒരു ജീവിതം നയിക്കുവാനുള്ള ദൈവത്തിൻ്റെ വലിയ ആഹ്വാനമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. മനുഷ്യ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ദൈവം ശ്രദ്ധിക്കുന്നുവെന്ന് ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ധാരണ നമ്മുടെ ചെറിയ കാര്യങ്ങളിലൊന്നും ദൈവത്തിന് വലിയ താല്പര്യമില്ല, വെറും ആത്മീയമായ കാര്യങ്ങൾ മാത്രമാണ് ദൈവത്തിൻ്റെതെന്ന ചിന്തയിലാണ് പലപ്പോഴും നമ്മൾ ജീവിക്കുക. അല്ല, നമ്മുടെ ശരീരങ്ങളെ രൂപപ്പെടുത്തിയവൻ ദൈവമാണെങ്കിൽ ദൈവത്തിൻ്റെ അംശമായ ആത്മാവിനെയാണ് നമ്മളിൽ ഊതിയിരിക്കുന്നതെങ്കിൽ, നമ്മിൽ വസിക്കുന്നതെങ്കിൽ, ആ ആത്മാവ് വസിക്കുന്ന ശരീരവും വിശുദ്ധമായിരിക്കണമെന്നുള്ളത് ദൈവത്തിന് വളരെ നിർബന്ധമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അവരുടെ ഭക്ഷണ രീതികളിലും ജീവിത രീതികളിലൊക്കെയും ദൈവം സസൂക്ഷ്മം വീക്ഷിച്ച് അതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ലേവ്യ പുസ്തകത്തിലൂടെ ഇസ്രായേൽ ജനത്തിന് നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. പുതിയ നിയമത്തിലും ഇപ്രകാരമുള്ള ജീവിതം നയിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ 11-ാം അധ്യായത്തിൽ ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങൾ, ഇതിൽ ഭക്ഷിക്കാവുന്നതും ഭക്ഷിക്കാൻ പാടില്ലാത്തതുമായ മൃഗങ്ങളെക്കുറിച്ച് ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 10:31 പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവനാമ മഹത്വത്തിനായി ചെയ്യുവിൻ. ഭക്ഷിച്ചാലും പാനം ചെയ്താലും ദൈവനാമ മഹത്വത്തിനാകണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് അപ്രകാരം ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ ഇഷ്ടം പോലെ നമുക്കത് ചെയ്യാൻ അവകാശമില്ല എന്നർത്ഥം. ഇന്ന് നമുക്കറിയാം, ഇന്നത്തെ ആരോഗ്യത്തിന് കാരണം മലിനകരമായ ഭക്ഷണ രീതികളാണ് മനുഷ്യനെ രോഗികളാക്കി തീർക്കുന്നത്. അങ്ങനെ നമ്മൾ രോഗികളാകുവാൻ ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. പൂർണ്ണ ആരോഗ്യവാന്മാരായി ഭൂമിയിൽ നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഇനിയും ശുചിത്വം സംബന്ധിച്ചുള്ളതായ ചില കൽപ്പനകളും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 11:33 ചത്ത ഇഴജാതി പല്ലിയോ മറ്റേതെങ്കിലും ഇഴജാതി ഏതെങ്കിലും ഭക്ഷണപദാർത്ഥങ്ങളിൽ ഇരിക്കുന്ന ആ പാത്രത്തിൽ വീണാൽ, ആ ഭക്ഷണപദാർത്ഥം മാത്രമല്ല, ആ ഭക്ഷണപദാർത്ഥം ഉപയോഗിച്ച മൺചട്ടി വരെ, ആ പാത്രം വരെ അത് നശിപ്പിച്ച് കളയണം. കാരണം ഒരിക്കലും അതിൻ്റെ ഒരു അണു അതിൽ ശേഷിച്ചിട്ട് പിന്നീട് നമ്മളത് ഉപയോഗിക്കുമ്പോൾ നമ്മളെ രോഗികളാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ സൂക്ഷ്മമായ കാര്യങ്ങളിൽ പോലും ദൈവത്തിൻ്റെ വലിയ സൂക്ഷ്മമായ ശ്രദ്ധ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അശുദ്ധമായ വസ്തുക്കൾ കഴുകി ശുദ്ധീകരിക്കുവാൻ ഉപയോഗിച്ച വെള്ളം ഏതെങ്കിലും ഭക്ഷണപദാർത്ഥത്തെ സ്പർശിച്ചാൽ ആ ഭക്ഷണപദാർത്ഥവും നമ്മൾ ഉപേക്ഷിക്കണം. കാരണം അതിൽ ചെറിയ രീതിയിലെങ്കിലും ബാക്ടീരിയയുടെ അല്ലെങ്കിൽ അണുക്കളുടെ വ്യാപരണമുണ്ടാകാൻ സാധ്യതയുണ്ട്, അശുദ്ധമായതിനെ ശുദ്ധീകരിച്ചതുകൊണ്ട്. അപ്പം അങ്ങനെയുള്ള ഭക്ഷണപദാർത്ഥങ്ങളെ കഴിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ കർത്താവ് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധിയുള്ള ജീവിതവും ശുചിത്വമുള്ള ജീവിതവും, വിശുദ്ധിയും ശുചിത്വവും രണ്ടും ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ദൈവം ഇതെല്ലാമാണ്. വിശുദ്ധിയും ശുദ്ധിയുള്ളവനാണ് അവൻ. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നമ്മളും അപ്രകാരമായിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവരിനി താമസിക്കാൻ പോകുന്ന ജാതികളുടെ ഇടയിൽ ഇപ്രകാരമുള്ള ശുചിത്വങ്ങളൊന്നുമില്ല. നിങ്ങൾ അവരെ പോലെ ആവരുത്, അവരുടെ ഭക്ഷണ രീതികളെ പോലെ നിങ്ങൾ ഭക്ഷിക്കരുത്. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ നോക്കണം, അതിനെ നിങ്ങൾ സംരക്ഷിക്കണം. നിങ്ങൾ ആ ജാതികളിൽ നിന്ന് വ്യത്യസ്തരാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണെന്നുള്ള വലിയ ആഹ്വാനമാണ് ദൈവം ഇവിടെ നൽകുന്നത്. നമ്മൾ വാസ്തവത്തിൽ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ആരോഗ്യകരമായ പ്രമാണങ്ങളൊക്കെ ഉപേക്ഷിച്ച് നമ്മുടെ ഇഷ്ടപ്രകാരം തോന്നുന്നത് പോലെ ഭക്ഷണം കഴിച്ച് നമ്മൾ രോഗികളാകുമ്പോൾ
അമിത ഭക്ഷണം കഴിച്ച് നമ്മൾ രോഗികളാകുമ്പോൾ പിന്നെ രോഗസൗഖ്യത്തിന് വേണ്ടി ദൈവസ്ഥാനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വാസ്തവത്തിൽ അതൊരു വിരോധാഭാസമല്ലേ? ദൈവം നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നീ ഏതൊക്കെ ഭക്ഷിക്കണം, ഭക്ഷിക്കാൻ പാടില്ല. അതൊന്നും കേൾക്കാതെ നമ്മുടെ ഇഷ്ടമനുസരിച്ച്, നമ്മുടെ ആഗ്രഹം അനുസരിച്ച് നമ്മൾ എല്ലാം ഭക്ഷിച്ചിട്ട് രോഗികളാകുമ്പോൾ ദൈവം രോഗം വരുത്തിയെന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ദൈവം ബലം പ്രയോഗിച്ച് നമ്മുടെ ആ രീതികളെ മാറ്റാനും ദൈവം തയ്യാറല്ല. കാരണം നമ്മളിൽ ഫ്രീ വില്ലുണ്ട്. നന്മയും തിന്മയും തിരഞ്ഞെടുക്കാം, വിശ്വസിക്കാം, അവിശ്വസിക്കാം, ഉൾക്കൊള്ളാം, പുറന്തള്ളാം, ഇതിനൊക്കെ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമ്മളാണത് വിനിയോഗിക്കേണ്ടതെന്ന കാര്യം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. പുറപ്പാട് 15:26 നമ്മൾ നേരത്തെ വായിച്ചതാണ്. നീ എൻ്റെ കൽപ്പനകളെ അനുസരിച്ചാൽ ഞാൻ നിന്നെ സൗഖ്യമാകുന്ന യഹോവയാകുന്നു. നീ എൻ്റെ കൽപ്പനകളെ അനുസരിച്ചാൽ, ആ കൽപ്പനകളനുസരിച്ച് ഭക്ഷണ രീതികളും ജീവിത രീതികളും നമ്മൾ ഇത് തുടരുകയാണെങ്കിൽ, അതിൻ്റെ പ്രശ്നമല്ലാതെ മറ്റു രീതിയിലാണ് നമുക്ക് രോഗം വരുന്നതെങ്കിൽ അത് സൗഖ്യമാക്കുവാൻ ദൈവം എപ്പോഴും അത് തയ്യാറാണെന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ രോഗശാന്തിയേക്കാൾ ആരോഗ്യകരമായ നല്ല ഒരു ജീവിതം നയിക്കുവാനാണ്, നല്ല ഒരു ശരീരത്തോടുകൂടി ജീവിക്കുവാനാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് ശരീരം സംബന്ധിച്ച് ദൈവം തന്നിട്ടുള്ള പ്രമാണങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് ഓർക്കുക. 11:44 ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിക്കണം. ജാതികളെ സംബന്ധിച്ചോ അല്ല മൃഗങ്ങളെ സംബന്ധിച്ചോ നിങ്ങൾ അശുദ്ധാകാൻ പോകും. കാരണം ഞാൻ വിശുദ്ധനാണ്, നിങ്ങളും വിശുദ്ധരായിരിക്കുക. വാസ്തവത്തിൽ ലേവ്യ പുസ്തകത്തിൻ്റെ പ്രമേയം ഇതാണ്. വിശുദ്ധിയും അശുദ്ധിയും തമ്മിലുള്ളതായ ആ വ്യത്യാസമുണ്ട്. ആയതുപോലെ തന്നെ ശുചിത്വം തമ്മിലുള്ളതായ അല്ലെങ്കിൽ ശുചിത്വമായ ജീവിതം നയിക്കാനുള്ള പ്രമാണങ്ങളുമുണ്ട്. അപ്പോൾ വിശുദ്ധിയും ശുചിത്വവും ഇത് രണ്ടും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. 1 പത്രോസ് 1:16 പത്രോസ് ശ്ലീഹായും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ വിശുദ്ധരായിരിക്കണം, കാരണം നമ്മെ വിളിച്ചവൻ വിശുദ്ധനാണ്. ദൈവത്തിൻ്റെ വിശുദ്ധിയോട് നമ്മൾ പങ്കുവഹിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് നമ്മൾ അപ്രകാരം ജീവിക്കുമെന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ലേവ്യ പുസ്തകത്തിൻ്റെ അന്തസത്ത, ഉള്ളടക്കം ഞാൻ പറഞ്ഞതുപോലെ വിശുദ്ധിയും ശുചിത്വവുമായ ഈ 2 ചിന്തകളാണ് ഇതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ പൗലോസ്ലീഹായും പറഞ്ഞ് നമുക്കറിയാമല്ലോ, നമ്മുടെ ശരീരം ദൈവം വസിക്കുന്ന മന്ദിരമാണ്. ആ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നുള്ളതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം സസൂക്ഷ്മം നമ്മൾ വീക്ഷിച്ചാൽ എന്തൊരു അത്ഭുതമാണ് നമ്മുടെ ശരീരം, നമ്മുടെ നാഡീവ്യവസ്ഥകൾ, നമ്മുടെ ശരീരാവയവങ്ങൾ, നമ്മുടെ തലച്ചോറ്, ഇതൊക്കെ ദൈവം എത്ര സൂക്ഷ്മമായി നമുക്ക് അത് സൃഷ്ടിച്ച് നമുക്ക് നൽകിയിരിക്കുകയാണ്. അത് ഓരോ മനുഷ്യനും മറ്റൊരാളിൽ വ്യത്യസ്തമാണ്, അതുല്യമാണ്. ഓരോ മനുഷ്യനും വളരെ വ്യത്യസ്തരാണ് ഓരോ മനുഷ്യനെന്ന് നമുക്കറിയാം. അപ്പം അത്രമാത്രം സൂക്ഷ്മതയോടെ ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ ആരോഗ്യമായും വിശുദ്ധമായും കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അപ്രകാരം ജീവിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, നമ്മെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.